നമസ്കാരം മക്കളെ, സുബർ സാറാണ്. അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ 10ാം ക്ലാസ് കുട്ടികളുടെ റിസൾട്ട് നാളെ വരികയാണ്. ഏകദേശം ഇത്രയും കുട്ടികളാണ് എഴുതിയത്. 4,26,697 കുട്ടികളാണ് ഈ വർഷം പരീക്ഷ എഴുതിയത്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ എത്ര പേര് ഇതിനകത്ത് ജയിക്കുമായിരിക്കും? ജയിക്കുന്നതിന്റെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൂടുതലാണ്. എല്ലാ വർഷവും ഇപ്പൊ നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉള്ളത്. നമ്മൾ ഇന്ത്യയിലെ ഫുൾ സ്റ്റേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ജയിക്കുന്ന സ്റ്റേറ്റ് കേരളമാണ്. ഇതിനുള്ളിൽ തോക്കുന്ന കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ് കേട്ടോ. ഏകദേശം ഒരു 2000-നും 3000-നും ഇടയ്ക്കുള്ള കുട്ടികൾ തോക്കുന്നുള്ളൂ. എന്ന് പറയുമ്പോൾ ഒരു 0.5%-ഓ 1% തികച്ച് തോക്കുന്നില്ല എന്നർത്ഥം. 1% എന്ന് പറയുമ്പോൾ അത് 4000 ആവും. ഓക്കെ, 4000 പോലും തോക്കുന്നില്ല. ഏകദേശം ഒരു 3000-2000-ന് ഇടയ്ക്കുള്ള നമ്പറുകളെ തോക്കുന്നുള്ളൂ. മറ്റത്രയും പേരും ജയിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ആദ്യത്തെ പരിപാടി. രണ്ടാമത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഇത്രയും കുട്ടികൾക്കുള്ള അഡ്മിഷനെ കുറിച്ച് പറയുവാണെങ്കിൽ, നിങ്ങളെല്ലാവരും ഇപ്പൊ സയൻസ് നോക്കുന്നെങ്കിലും സയൻസിന് ഇത്ര സീറ്റ്സുകളാണ് ഇപ്പോൾ അലോട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ കുട്ടികൾ എല്ലാവരും സയൻസ് തന്നെ നോക്കുന്നെങ്കിൽ അത് ആഗ്രഹത്തോടു കൂടി ആണെങ്കിൽ മാത്രമേ അവിടോട്ട് നോക്കാവുള്ളൂ. അല്ലാതെ ഏറ്റവും കൂടുതൽ എപ്പോഴും ജോലി കിട്ടാൻ സാധ്യത എന്ന് വിചാരിച്ചുകൊണ്ട് ഇഷ്ടമല്ല എങ്കിൽ പോകരുത്. ഇഷ്ടമുള്ള സബ്ജക്ട്സ് ഇപ്പൊ നമുക്ക് കൊമേഴ്സ് നല്ലൊരു ഗ്രൂപ്പ് തന്നെയാണ്. ഇപ്പൊ ഇവിടെ ഇത് രണ്ടുമാണ് ഏറ്റവും നന്നായിട്ട് പോകുന്നത്. പിന്നെ കമ്പ്യൂട്ടർ സയൻസുമായിട്ട് കുറച്ച് റിലേറ്റഡ് ആണ്, ചെറിയ വ്യത്യാസങ്ങളുള്ളൂ. അതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോയും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് ഇനിയുള്ള എല്ലാ കാര്യങ്ങളും ആപ്ലിക്കേഷൻ ആയിക്കൊണ്ട് എല്ലാം പുതിയ കാര്യങ്ങൾ നമ്മുടെ ഈ ചാനലിൽ കൂടെ കിട്ടും. എല്ലാവരും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിടുക. പിന്നെ നമ്മുടെ +1 ക്ലാസ്സും ഒക്കെ ഉണ്ട്, ജോയിൻ ചെയ്യാം കേട്ടോ. പിന്നെ +1 നമ്മുടെ ചാനലിന്റെ പേര് ഇതല്ല. +1 നമുക്കിത് 10ാം ക്ലാസ് വരെയുള്ള ചാനലാണ്. +1 തൊട്ട് സുഭാഷ് മാത്സ് ക്ലാസ് റൂം ആണ്. അവിടെ നമുക്ക് 1 lakh സബ്സ്ക്രൈബേഴ്സ് ഇപ്പൊ കവർ ചെയ്തിട്ടുണ്ട്. അതിനുള്ളിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും +1 +2 എല്ലാം കിട്ടിയിരിക്കും. ഓക്കെ, ഇനി നമ്മുടെ സൈറ്റുകളും കാര്യങ്ങളും ഒക്കെ ഇതാണ് കേട്ടല്ലോ. നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കുട്ടികൾ നോക്കുന്ന prd.kerala.gov.in ഇതാണ് റിസൾട്ട് ഏറ്റവും കൂടുതൽ ആദ്യം വരാൻ സാധ്യതയുള്ള ഒരു സൈറ്റ് ഇതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇത്ര എഴുതിയിട്ടോണം, കാരണം നമുക്ക് പല സൈറ്റുകൾ ജാം ആയി കഴിഞ്ഞാൽ അടുത്തതിലോട്ട് മാറണമല്ലോ. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ഇതെല്ലാം എഴുതിയിടുക. ഇത് പഴയൊരു സൈറ്റാണ്, results.kerala.in. അടുത്തത് എക്സാം റിസൾട്ട് എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം സെയിം കേട്ടോ. ഈ റിസൾട്ടിന് മുമ്പായിട്ട് ഒരു എക്സാം റിസൾട്ട്സ് ഒന്നുള്ള ചേർത്തോണ്ട് ഒരു സൈറ്റ് ഉണ്ട്. നെക്സ്റ്റ് parishabhavan.kerala.gov.in ഉണ്ട്. നെക്സ്റ്റ് SSLC exam.kerala.gov.in ഉണ്ട്. നെക്സ്റ്റ് റിസൾട്ട്സ് ഇത് കൈറ്റിന്റെ ആണ് കേട്ടോ, kerala.gov.in ഉണ്ട്. അപ്പോൾ ഈ സൈറ്റുകളൊക്കെ നോക്കുക. പിന്നെ ഒരു ആപ്ലിക്കേഷൻ കൂടെ ഉണ്ട് കേട്ടോ, PRD ലൈവ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ. നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി ഡൗൺലോഡ് ചെയ്താൽ അവിടെ നിങ്ങൾക്ക് രജിസ്റ്റർ നമ്പർ മാത്രം നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ പുതിയതായതുകൊണ്ട് ഒത്തിരി പേരൊന്നും ഡൗൺലോഡ് ചെയ്ത് കാണത്തില്ല. അപ്പൊ ഇതൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പം കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ഇനിയിപ്പോ കൂടെ ഞാൻ സമയം കളയുന്നില്ല. എല്ലാവരും പ്രതീക്ഷ നാളത്തെ 3 മണിയാണ്. അതുവരത്തേക്ക് ഇങ്ങനെ ടെൻഷൻ അടിച്ചൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല. റിസൾട്ടൊക്കെ അടിപൊളിയായിരിക്കും മക്കളെ, ഒന്നും കൊണ്ടും പേടിക്കണ്ട കേട്ടോ. അടിപൊളി റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കുക എന്നുള്ള ഉറപ്പാണ്. നല്ല മാർക്ക് കിട്ടും. പ്രത്യേകിച്ച് മാത്സ് നമ്മുടെ സബ്ജക്റ്റ് ആണ്. ഏറ്റവും നല്ല രീതിയിലുള്ള എക്സാം ആയിരുന്നു ഈ വർഷം നടന്നതുകൊണ്ട് കുട്ടികൾക്ക് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ബെസ്റ്റ് വിഷസ്, ഗുഡ് ബൈ.